1612 പോർച്ചുഗീസുകാർ സ്റ്റാർട്ട് ചെയ്ത ബിൽഡ് ചെയ്ത ഒരു ജയിലാണ് നിങ്ങൾ അവിടെ കാണുന്നത്. ആ ജയിലിൻ്റെ ഒരു മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടുത്തെ ഓഫീസർ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം മേരാ ഹിന്ദി അത്തിനി അച്ചി നീയേ. അപ്പം പ്ലീസ് സർ. सर आपका नाम क्या है? सर मेरा नाम विकास है. विकास. आई एम नितिन. ओके हमारा सब्सक्राइबर्स के लिए इसका डिटेल्स एक्सप्लेन करो सर प्लीज. जी सर, ये सर मतलब 300-400 साल पुराना है. मतलब मेरे को जहाँ तक ये है. और इसमें मतलब कि पुर्तगाली लोग रहते थे पहले. गोवा में पुर्तगाली राज करते थे. तो फिर ये 1961 में हम लोग इंडिया का जो आर्मी, इंडियन आर्मी आके इसको फिर मतलब लड़ उड़ के छुड़ाया. फिर इसमें बंद थे राम मनोहर लोहिया, टीवी कोना, ऐसा बोल के बहुत बड़ा जैसे राम मनोहर लोहिया का बहुत बड़ा मेडिकल कॉलेज वगैरह बना हुआ है. वो यही जेल पे थे. ये जेल आज़ाद हुआ 1961 में गोवा. 1961. हाँ. और ठीक है. ओपनिंग कितना टाइम है? ओपनिंग सर अभी मतलब ये जेल म्यूजियम बन के हो गया है 4-5 साल हो गया है. 4-5 म्यूजियम ഞാനത് പറയണ്ടായില്ലേ, ഈ മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 4 to 5 years അത്രേ ആയിട്ടുള്ളൂ. ഇതിലൊരു ഹൈലൈറ്റ് സംഭവം പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നതാണ്. നമുക്ക് അങ്ങോട്ട് പോവാം. ये जो देख रहे हैं सर आप, ये जिम्मी बंगला है. ये कम से कम 150, 200, 250 करोड़ का बंगला है. ये अभी वो दूसरा किसी को दे दिया है. ये कोई रेड्डी बोल के है. हाँ सर. ये पहले ये मतलब इसमें ये फिल्म भी शूटिंग हुआ है. वो हसीना मान जाए गोविंदा और संजय दत्त का है. वो मूवी शूटिंग हुआ है ये बंगला पे. അങ്ങനെ ഈ ചെറിയ ചെറിയ കാഴ്ചകൾ കണ്ട് നമുക്ക് 9 മണിക്ക് അഗോഡ ഫോർട്ട് ഓപ്പൺ ആവും. അപ്പോൾ ആദ്യം അഗോഡ ഫോർട്ടിൻ്റെ കാഴ്ചകൾ, 23 ലക്ഷം ഗാലൻ വെള്ളമാണ് അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ളത് എന്നൊരു കഥയുണ്ട്. ഇതെല്ലാം ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ, എൻ്റെ ചാനലിൽ തന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ 2 വർഷം മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഈ പറയുന്ന കൂട്ട് നീളം കൂടിയത് കൂട്ട് തോന്നുന്നു. പക്ഷേ ഇത്തവണ വളരെ ഷോർട്ടാക്കി എല്ലാം ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും. സോ ഫേസ്റ്റ് നമ്മൾ അഗോഡ ഫോർട്ട്, ദിൽചത്താഹെ ഫോർട്ട്, പിന്നെ ഗോവ അതായിരിക്കും അടുത്ത് പറയാൻ പോകുന്നത്. സോ എ വെരി ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു മൈ ഷോ. ഞാൻ അത്രയ്ക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതൊന്നും അല്ല കേട്ടോ. അധികം ഹോട്ടൽസ് ഒന്നും അവൈലബിൾ അല്ല ഈ സമയത്ത്. എല്ലാം 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും, നല്ല ചൂട് സമോസ കേട്ടോ, 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെങ്കിലും ഇറ്റ് വിൽ ടേക്ക് ടൈം. അവർ പറയുന്ന 20 മിനിറ്റ് 20 മിനിറ്റ് കഴിയും പ്രിപ്പറേഷൻ ടൈം എന്നൊക്കെ പറയലുണ്ട്. നമ്മുടെ നാട്ടിലെ സമൂസയല്ല, ഇവിടെ ഇറ്റ്സ് സംതിങ് ഡിഫറെൻറ്റ്. സമൂസ കഴിച്ചിട്ട് നേരെ അഗോഡ ഫോർട്ട്. വൈ അഗോഡ ഫോർട്ട്? ശരിക്കും ഈ പറയുന്ന ഡച്ചുകാരുടെ നിന്നും മറാത്തക്കാരുടെ നിന്നും ഓൾഡ് ഗോവയെ സംരക്ഷിക്കാൻ വേണ്ടി അന്ന് പണി കഴിപ്പിച്ച ഏഷ്യയിലെ ഏറ്റവും വലിയ ഫോർട്ടുകളിൽ ഒന്നാണ് അഗോഡ ഫോർട്ട്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് നമ്മളുടെ ഗോവ യാത്ര സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് ലോവർ അഗോഡ ഫോർട്ടാണ്. ഇനി നമുക്ക് അപ്പറൂടെ കണ്ടതിന് ശേഷം അടുത്ത ഫോർട്ടിലേക്ക്, ദിൽചത്താഹെ ഫോർട്ടിലേക്ക് പോകാം. ഈ ഫോർട്ടിൽ നിന്ന് എനിക്ക് കാണാൻ പറ്റുന്ന കാഴ്ചകൾ നിങ്ങൾ കൂടെ കണ്ടോളൂ.
1510 അൽഫോൺസോ ഡി, അതിൻ്റെ ഒരു സെക്കൻഡ് നെയിം ഉണ്ട്, അത് ഞാൻ എത്ര നോക്കിയിട്ട് കിട്ടുന്നില്ല. പുള്ളിക്കാരനാണ് ബിജാപ്പൂർ സുൽത്താനായിരുന്ന ഇസ്മയിൽ ആദിൽ ഷായുടെ കയ്യിൽ നിന്ന് ഓൾഡ് ഗോവയെ പിടിച്ചെടുത്തത്. ഈ പിടിച്ചെടുത്തതിന് ശേഷം യൂറോപ്യൻസായ ഫ്രഞ്ച്, ഡച്ച്, ഇംഗ്ലീഷ് എല്ലാവരും ഇവിടേക്ക് വരാൻ തുടങ്ങി. 1599 ആയപ്പോഴത്തേക്ക് ഡച്ചുകാർ സീൻ ഇത്തിരി ഡാർക്കാക്കി. അപ്പോൾ ആ ഒരു ടൈമിലേക്കാണ് 1610-നും 12-നും ഇടയ്ക്കാണ് ഈ അഗോഡ ഫോർട്ട് നിർമ്മിക്കപ്പെട്ടത്. ഏഷ്യയിലെ തന്നെ ആ സമയത്തെ ഏറ്റവും വലിയ ഫോർട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ലോവർ അഗോഡയിൽ വെച്ചിട്ട് 23 ലക്ഷം ഗാലണിന് മുകളിൽ വെള്ളം സംഭരിക്കാനുള്ള ശേഷിയുള്ള, ഓരോ പോയിന്റിൽ നിൽക്കുമ്പോൾ നമുക്ക് സീ സൈഡിൽ നിന്ന് എവിടുന്ന് ഇൻവേഡേഴ്സ് വന്നാലും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഫോർട്ട് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായ ഈ ഫോർട്ടിന്റെ കഥ ഇവിടെ തീരുന്നില്ല. ഇനി അടുത്ത ദിൽചാത്ത ഹേ ഫോർട്ട്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ദിൽചാത്ത ഹേ ഫോർട്ടിലേക്ക് പോകാം. യാത്ര ചെയ്യുന്നവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലേ ഈ ഹിമാലയൻ യാത്ര എന്നുള്ളത്. ഒന്ന് നമുക്കൊരു ടിബറ്റൻ ഫുഡാണ് ഞാൻ ഇന്ന് ഗോവയിൽ, നോർത്ത് ഗോവയിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇറ്റ്സ് എ തുപ്പ ആൻഡ് നൂഡിൽസ്, വീറ്റ് നൂഡിൽസ്, ചിക്കനിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത്തിരി സ്പൈസി ആയിട്ട് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. ശരിക്കും ഇവരുടെ ട്രഡീഷൻ്റെ ഭാഗമായിട്ട് മോമോസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. പിന്നെ ചായ്. അപ്പോൾ നമ്മൾ ദിൽചാത്ത ഹേ ഫോർട്ടിലേക്ക് പോവാല്ലേ. ഇത് അത്യാവശ്യം നല്ലൊരു ടാസ്ക്കാണ് ഇതിൻ്റെ മുകളിലോട്ട് കയറുക എന്നുള്ളത്. നമ്മൾ ചപ്പോര ഫോർട്ട് അറിയപ്പെടുന്നത് ദിൽചാത്ത ഹേ ഫോർട്ട് എന്നാണ്. അറിയാലോ, പറയണ്ടല്ലോ. അങ്ങനെ നമ്മൾ നടന്നത് ഇതിൻ്റെ മുകളിലെത്തി. ദിൽചാത്ത ഹേ ഫോർട്ട് 1600-കളിൽ തന്നെ പണി കഴിപ്പിച്ച ഈ പറയുന്ന അഗോഡ ഫോർട്ടിനെ പോലെ തന്നെ കടലിൽ നിന്നുള്ള ആക്രമണം, മേ ബി ഡച്ചുകാരുടെ ആക്രമണം തടയാനായിട്ട് സെറ്റ് ചെയ്ത ദിൽചാത്ത ഹേ ഫോർട്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ് പറയുന്നത്, ഉച്ചയ്ക്ക് വെയിലടിക്കുന്ന സമയത്തായിപ്പോൾ ഞാനിവിടെ എത്തിയത്. ലൈക്ക് ഇറ്റ് ഈസ് അഫക്റ്റിംഗ് മീ. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ മേ ബി ഇത് കയറി വരാനായിട്ട് ഞാൻ അത്രയും അണപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദിസ് ടൈം നത്തിങ് ഹാപ്പൻഡ്. കൂളായിട്ട് ചാടിക്കയറി 108 സ്റ്റെപ്പ് എന്തോ ആണെന്ന് തോന്നുന്നു. 108 ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്കാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് റിമെമ്പർ അറ്റ് ഓൾ. പക്ഷേ ദ ക്വിറ്റിംഗ് ആൽക്കഹോൾ അതെന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ബ്രീത്തിങ് ഓക്കെ ആയി, എവറിത്തിങ് വാസ് ഫൈൻ. സോ ഇതിൻ്റെ ഒരു ടോട്ടൽ വ്യൂ നിങ്ങൾ കണ്ടല്ലോ അല്ലേ. ലൈക്ക് കൺസ്ട്രക്ഷൻസ് നടക്കുകയാണ് അവിടെ ഇവിടെ ആയിട്ട്. അത് ഒരു ഗുമ്മായിട്ട് തോന്നിയില്ല, അതുകൊണ്ട് കട്ട് ഷോട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ദ ബീച്ച് ഇസ് വെരി ലൈവ്, യു ക്യാൻ സീ ഫോർ യുവർ സെൽഫ്. പക്ഷേ ഇവിടെ നിന്ന് ആഹാരം കഴിക്കുക ഇറ്റ്സ് നോട്ട് ദാറ്റ് റീസണബിൾ ഐ തിങ്ക്. ഭയങ്കര റേറ്റ്. ഒറ്റയ്ക്ക് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല ഗൈസ്. സോ ഐ വിൽ ഷോ യു സംതിങ് ഡിഫറെൻറ്റ്. നമുക്ക് നോക്കാം. യാ
പറയുന്ന ആ സീ ഫുഡ് പ്ലാറ്റർ, എൻ്റെ അമ്മേ, നമ്മുടെ കണവ. എല്ലാം ഓക്കെ. ഈ സാധനം ഞാൻ എങ്ങനെ കഴിക്കുമെന്തോ. നെമ്മീനായിരിക്കണമല്ലോ. അയിലെന്ന് തോന്നുന്നു. ആരും കേൾക്കണ്ട കാര്യം. ഈ പറയുന്ന താങ്ക് യു. ഒരു ഗ്ലാസ്. ആണെന്തിനാ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചിട്ട് പോയേ? അയിലെന്നെ എന്ത് സാധനം? ബജിയോ? ഈ മുക്കി പൊരിക്കുക, നിർത്തി പൊരിച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഇതിപ്പോൾ എന്താ സാധനം? ഷെഫിനെ വിളിക്കട്ടെ. ആൻഡ് ഞാൻ ബാഗ ബീച്ചിൻ്റെ അടുത്താണ് റൂം എടുത്തത്. ഒരു 2 മണിക്കൂർ നമ്മുടെ അവിടുന്ന് എവിടെയാണ് ദിൽചാത്ത ഹേ ഫോർട്ടിൽ നിന്ന് വന്നിട്ട് കിടന്ന് ഉറങ്ങിയുണ്ടായി. ഉറങ്ങിയിട്ട് എണ്ണീറ്റ് വന്ന് താഴെ വന്നപ്പം ഒരു ലൈക്ക് എൻ്റെ തല കെട്ടി വെച്ചേക്കുന്നില്ലേ, ബ്രെയിഡ്സ് സെറ്റ് ചെയ്തു. ഒരു ചേച്ചി, ഗീത എന്ന് പറഞ്ഞൊരു ചേച്ചി, നൈസായിട്ട് ചെയ്തു. 350 രൂപ വാങ്ങിച്ചു തോന്നുന്നു. അപ്പോൾ ഒരു ചേട്ടൻ ഫുഡ് മസാജ് എന്ന് പറഞ്ഞു വന്നു. എനിക്ക് കംപ്ലീറ്റ് ഫുൾ ബോഡി മസാജ്. അത് ശരി, തോട് ചുമ്മാ വെച്ചിരുന്നാണോ? നമ്മുടെ നാട്ടിലെ പരിപാടി ഇതിനകത്ത് നടക്കുമെന്ന് നോക്കട്ടെ. ചൂടാ കേട്ടോ, നല്ല ചൂടാ. ഫ്രഞ്ച് ഫ്രൈസ് എന്തിനാന്ന് എനിക്ക് മാത്രം മനസ്സിലാവുന്നില്ല. പൊട്ടറ്റോ നല്ല വെന്ത് കേട്ടോ. വാവ്. അപ്പോൾ ഇതുകൊണ്ട് എൻ്റെ ഗോവ ഡേ 1 ഇവിടെ തീരുന്നു. ഇനി ഡേ 2. വെയിറ്റ് ഫോർ ഇറ്റ് ഗൈസ്. ബൈ ബൈ ഗായത്രി.